ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഇഷാസ് ഹോം കുക്കിംഗ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി നല്ലൊരു കറുത്ത ഹൽവ, ബ്ലാക്ക് ഹൽവ, നമ്മുടെ പ്രിയപ്പെട്ട ഒരു ഐറ്റം ആണല്ലോ സ്വീറ്റ്സിൽ. അപ്പോൾ അതുണ്ടാക്കുന്ന റെസിപ്പിയാണ്. പക്ഷേ ഇവിടെ ഞാൻ വളരെ എളുപ്പത്തിൽ അതുപോലെ തന്നെ കുറച്ചും കൂടി ഡിഫറെൻ്റ് ആയിട്ട് വെറൈറ്റി ആയിട്ടുള്ളൊരു ഐറ്റം കൊണ്ടാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. നമ്മുടെ ചെറുപയർ വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. വളരെ ഈസി ആയിട്ടും പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അതിപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കിയിട്ട് നോക്കാം. നല്ല ടേസ്റ്റുമാണ്, അതുപോലെ നല്ല ഫാസ്റ്റായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാനും പറ്റും. ഒത്തിരി ഇൻഗ്രീഡിയൻസ് ഒന്നും ഇല്ലാതെ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഞാനൊരു ഹാഫ് കപ്പാണ് ചെറുപയർ എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്കിത് നന്നായിട്ട് വാഷ് ചെയ്തിട്ട് ഒരു 5 മണിക്കൂറൊക്കെ നമുക്ക് കുതിർത്താൻ വെക്കാം. കാരണം നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കണമല്ലോ, അതിന് വേണ്ടിയിട്ടാണ് കുതിർത്താൻ വെക്കണത്. അപ്പോൾ നമുക്ക് കഴുകിയിട്ട് കുതിർത്താൻ വെക്കാം. ഇത് നല്ലപോലെ ഇതിൻ്റെ എല്ലാം ഇതുണ്ടോ, കളറൊക്കെ നല്ലപോലെ മാറി നല്ലപോലെ കുതിർന്ന് വന്നിട്ടുണ്ട്. പിന്നെ നമുക്കിതൊന്ന് അരച്ചെടുക്കണം. അരച്ചെടുക്കാനായിട്ട് നമുക്കൊരു മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കാം. നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നല്ല സ്മൂത്തായിട്ട് അരച്ചെടുക്കാം. നന്നായിട്ട് ഇപ്പോൾ അരച്ചെടുത്തിട്ടുണ്ട്. ഇതിനെ നമുക്കൊന്ന് അരിച്ചെടുക്കാം. നമ്മളിപ്പോൾ ജാറ് കഴുകിയിട്ട് കുറച്ച് വെള്ളവും കൂടി ഞാൻ ഒഴിക്കുവാണ്. ഇപ്പോൾ നമ്മൾ ഈ പയറിൻ്റെ തൊണ്ടോ കുറച്ച് നല്ലപോലെ അരിയാത്തതുമായിട്ടുള്ളത് നമുക്കൊന്ന് മാറ്റി ബാക്കി നമുക്ക് ഇനിയിപ്പോൾ കുറച്ച് നേരം മാറ്റി വെക്കാം. നമുക്ക് ഇത്രയാണ് ഇവിടെ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇനി ഇതിനെ അരച്ച് വെച്ചത് 2 മണിക്കൂർ നമുക്കിതിൻ്റെ പൊക്കത്തിൽ വാട്ടർ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സെപ്പറേറ്റ് ആകാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. ഒരു ശർക്കര ഞാൻ 250 ഗ്രാം എടുത്തിട്ടുണ്ട്. ഈ ഗ്ലാസ്സിന് ഒരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് നമുക്കിതിന് മെൽറ്റ് ആക്കാൻ വെക്കാം. ഇപ്പം നമ്മൾ ഈ ചെറുപയർ അരച്ച് വെച്ചിട്ട് ഇപ്പോൾ 2 മണിക്കൂർ കൂടുതലായി. നമുക്കൊന്ന് തുറന്ന് നോക്കാം. അപ്പം ഇതിൻ്റെ പുറത്ത് കണ്ടോ, ഇതിന് വെള്ളം നല്ലപോലെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. അത് നമുക്കൊന്ന് ഊറ്റാം. ഇത്ര മതിയാക്കാം. ബാക്കിയുള്ളത് നമുക്കവിടെ ഇരിക്കട്ടെ. അപ്പം നമ്മൾ ഉണ്ടാക്കാനായിട്ട് ഒരു ചൂട് കട്ടിയുള്ള ഒരു ചീനച്ചട്ടിയാണ് എടുത്തിരിക്കുന്നത്. നോൺ സ്റ്റിക്ക് ആണ്. അതാകുമ്പോൾ നമുക്ക് കുറച്ചും കൂടി ഈസി ആയിരിക്കും. അപ്പം അതിനാണ് അത് എടുത്തിരിക്കുന്നത്. അതിനോട്ട് നമുക്ക് ഈ പയർ അരച്ചത് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ ശർക്കര പാനി ഉരുക്കിയതാണിത്. അപ്പം അതും കൂടി നമുക്ക് ഇതിനകത്തോട്ട് ഒഴിച്ചു. ഇപ്പം നന്നായിട്ട് തണുത്തിട്ടുണ്ട്. ഇത് ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം. ഒരു 1/2 കപ്പ് തേങ്ങ ചിരണ്ടി എടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ 1/2 കപ്പ് തേങ്ങയുടെ കൂടെ 1/2 കപ്പ് വെള്ളവും കൂടി ഒഴിച്ചിട്ട് ഇതിൻ്റെ തേങ്ങാപ്പാൽ എടുക്കാം. അപ്പം നമുക്ക് തേങ്ങാപ്പാൽ നമുക്ക് ഇത്ര കിട്ടിയിട്ടുണ്ട്. അതും കൂടി അതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം. നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. സ്റ്റൗ ഇതുവരെ ഞാൻ ഓൺ ചെയ്തിട്ടില്ല. നന്നായിട്ട് എല്ലാം ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് സ്റ്റൗ ഓൺ ചെയ്യാം. ഇനിയിപ്പോൾ ഇതിനകത്ത് ഞാൻ ചേർക്കുന്നത് 1/4 കപ്പ് സൺഫ്ലവർ ഓയിലും ഒരു 2 ടേബിൾ സ്പൂൺ നെയ്യുമാണ് ചേർക്കാൻ പോകുന്നത്. ഇപ്പോൾ ചേർന്ന് ജസ്റ്റ് തിളച്ചൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും അത് ചേർക്കാം. നമ്മൾ ഫുൾ ഫ്ലെയിമിൽ തന്നെ അങ്ങ് വെക്കാം. നന്നായിട്ട് തിളച്ച് വരട്ടെ. അപ്പോൾ നമ്മൾ തിളച്ച് വന്നു കഴിഞ്ഞ് നമ്മളിങ്ങനെ കൈ ഇടാതെ ഇളക്കിക്കൊണ്ടിരിക്കണം. കണ്ടോ, ഇപ്പം തന്നെ നല്ല തിക്കായി തുടങ്ങിയിട്ടുണ്ട്. അപ്പം നമ്മളിനി കൈ വിടാതെ ഇളക്കണം, അല്ലെങ്കിൽ അത് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കട്ട കിട്ടും. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അത് കുറച്ച് ഈ ഒരു സമയം നമുക്കിതിന് നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ഇനി നമുക്കിനി തൊട്ട് ഈ സമയത്ത് ഞാൻ പറഞ്ഞില്ലേ 1/4 കപ്പ് എണ്ണയാണ് ഉദ്ദേശിക്കുന്നതെന്ന്. അപ്പം ഞാനൊരു 2 ടേബിൾ സ്പൂൺ എണ്ണ, ഇപ്പോൾ ഒരു 2 ടേബിൾ സ്പൂൺ എണ്ണ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇപ്പം നമ്മളിത് ഇളക്കാൻ തുടങ്ങിയിട്ടൊരു 10 മിനിറ്റ്സ് ആയിട്ടുണ്ട്.
അപ്പോൾ നമുക്കിനി കുറച്ചും കൂടി കണ്ടോ, ഇപ്പോൾ ഇങ്ങനെ ഇത്രയും ഗാഢയായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ഇതിൻ്റെ കട്ടി കൂടി വരുവാണ്. അപ്പോൾ നമുക്കിനി കുറച്ചും കൂടി എണ്ണ ഒഴിച്ച് കൊടുക്കാം. നമ്മൾ നേരത്തെ 2 ടേബിൾ സ്പൂൺ ഒഴിച്ചായിരുന്നു, ഇനി കുറച്ചും കൂടി ഒഴിക്കാം. നമ്മുടെ കളർ ഇച്ചിരി ചെറുപയർ ആയതുകൊണ്ടാണ് ഇച്ചിരി ഒരു ലൈറ്റ് പച്ച ഷെയ്ഡ് ഉണ്ട്. അപ്പോൾ ഇനി കുറേശ്ശെ അതിൻ്റെ കളർ മാറി മാറി വരും. അപ്പോൾ നമ്മുടെ ഏകദേശം ഒന്നായി വരുന്നുണ്ട്. ആ സമയത്ത് നമുക്ക് കുറച്ച് ഏലക്ക, ഇത് പഞ്ചസാര ചേർത്ത് പൊടിച്ച ഏലക്കയാണ്. അപ്പോൾ നമുക്കതും കൂടി ഇട്ട് കൊടുക്കാം. ഫ്ലേവർ ആകട്ടെ. ഇത് 1 ടീസ്പൂൺ ചേർത്തിട്ടുണ്ട്. പിന്നെ വേണ്ടോ, ഇത് കുറച്ച് റോസ്റ്റഡ് നട്ട്സ് ആണ്. കുറച്ച് ബദാമും ഉണ്ട്, കാഷ്നട്ടും ഉണ്ട്. ഇത് രണ്ടും കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം. നമുക്ക് വേറെ ഇഷ്ടമുള്ള തേങ്ങാക്കൊത്ത്, അതുപോലെ തന്നെ പീനട്ട് ഒക്കെ ഇഷ്ടമുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ആഡ് ചെയ്യാൻ കേട്ടോ. ഇപ്പം നമ്മൾ എൻ്റെ ഉണ്ടായിരുന്നത് രണ്ടുമാണ്, അത് ഞാൻ ഇട്ടുമാണ്. പിന്നെ ഇച്ചിരി കറുത്ത എള്ളും കൂടി. പിന്നെ നമുക്ക് ഇനിയിപ്പോൾ 1 ടേബിൾ സ്പൂൺ നെയ്യാണ് ഇടുന്നത്, അതും കൂടി ഇട്ട് കൊടുക്കാം. ഏകദേശം നമ്മുടെ കണ്ടോ ആ ഒരു അലുവയുടെ കളറും ആ ഒരു ടെക്സ്ചറൊക്കെ ആയിട്ടുണ്ട്. നമുക്ക് കുറച്ചും കൂടി ഒരു നെയ്യ് ഇട്ടിട്ട് ലാസ്റ്റ് ഒരു 2-3 മിനിറ്റും കൂടി ഒന്ന് ഇതുപോലെ ഒന്ന് തെളിഞ്ഞ് കഴിഞ്ഞിട്ട് നമുക്കിതിനെ കംപ്ലീറ്റ് ഇത് ഫിനിഷ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ അലുവ നല്ല കറക്റ്റ് പാകത്തിനായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ ഓൾറെഡി ഒരു പാത്രം ഗ്രീസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം അതിനകത്തോട്ട് ഇത് മാറ്റി കൊടുക്കാം. കണ്ട് ഇതിൻ്റെ സൈഡിൽ നമ്മൾ നേരത്തെ ഒഴിച്ച എണ്ണയെല്ലാം സൈഡിൽ കൂടി എല്ലാം വന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി മാറ്റാം. ഇതൊരു ഈ ഒരു ബൗളിനകത്ത് ഇത്രയുമാണ് നമുക്ക് കിട്ടിയത്. ഇതിപ്പം ഞാനിത് ഇങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്കിനി നല്ലപോലെ തണുത്തതിന് ശേഷം മുറിച്ചൊക്കെ എടുക്കാം. ഓയിലൊക്കെ ഉള്ളതൊക്കെ നല്ലപോലെ തെളിഞ്ഞിട്ടുണ്ട്. ഇപ്പം നമ്മുടെ അലുവ നമ്മൾ തണുപ്പിക്കാൻ വെച്ചിട്ട് ഇപ്പം നന്നായിട്ട് തണുത്തിട്ടുണ്ട്. നമുക്കൊന്ന് മാറ്റിയിട്ട് മുറിച്ച് നോക്കാം. നല്ല ടേസ്റ്റി മണമാണ് വരുന്നത് കാണുമ്പോൾ തന്നെ. ഇപ്പം നമുക്കൊന്ന് കട്ട് ചെയ്ത് നോക്കാം. കണ്ടോ, നല്ല അലുവ പീസുകളായിട്ട് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അതുപോലെ ടേസ്റ്റും ഉണ്ട്. അപ്പം നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇപ്പം ശരിക്കും പറഞ്ഞാൽ വളരെ ഈ സാധാരണ നമ്മൾ അലുവയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഒത്തിരി സമയം എടുക്കും, ബുദ്ധിമുട്ടാണെന്നൊക്കെ വിചാരിക്കും. പക്ഷെ അത്ര ഒന്നും ഇല്ല കേട്ടോ. നമുക്കൊരു 15-20 മിനിറ്റ് അത് അത്രയും നേരം നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുക്കാനായിട്ട് കിച്ചണിൽ തന്നെ നിൽക്കണം എന്നുള്ളതേ ഉള്ളൂ. പക്ഷെ നമുക്കിങ്ങനെ എപ്പോഴെങ്കിലും ഇങ്ങനെ കഴിക്കണമെന്നൊക്കെ തോന്നുമ്പോൾ സാധാരണ നമുക്ക് പുറത്തൊക്കെ കേരളത്തിൽ നിന്ന് പുറത്ത് പോയവർക്കൊക്കെ പ്രത്യേകിച്ച് ഇത് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ള സാധനമാണല്ലോ. ഇപ്പം ഇടയ്ക്കൊന്നും ഉണ്ടാക്കണമെന്ന് തോന്നുവാണെങ്കിൽ ഞാൻ ഉണ്ടാക്കി നോക്കുവാണെങ്കിൽ ഇടയ്ക്ക് പിന്നെ ഒത്തിരി ഉണ്ടാക്കണ്ട കേട്ടോ. ഇപ്പം ഞാനിപ്പോൾ അരക്കപ്പം ഉണ്ടാക്കിക്കൊണ്ട് ഇപ്പം അത്യാവശ്യത്തിന് നമുക്കൊരു ആ ഒരു ഇഷ്ടത്തിന് വേണ്ടിയിട്ടുള്ളത് കിട്ടും. അത്ര ഉണ്ടാക്കുക, ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. പിന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ പിന്നെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ.